അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ബാസിൽ ഇന്ന് വ്ളോഗിൽ ബാസിലിന്റെ വ്ളോഗിൽ ഞാൻ ചേരുകയാണ്. വ്ളോഗിൽ ചേരില്ലെങ്കിലും ബാസിൽ എന്താണ് പറയാനുള്ളത്? അതായത് വ്ളോഗ് ഇട്ടിട്ട് ഒരു 3 മാസം കഴിഞ്ഞു. വെയിറ്റ് കൂടിക്കണം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വെളിച്ചത്തൊക്കെ കേട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വ്ളോഗ് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു 3 മാസമൊക്കെ ആവാനായി. ബാസിൽ ഫുൾ തിരക്കിലാണ്. ട്രിപ്പ് ചെയ്യുന്നു, പിന്നെ പെണ്ണുങ്ങളപ്പോൾ വേറെ ട്രിപ്പ് ചെയ്യുന്നു. അതല്ല, സ്കൂളിലത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ വ്ളോഗ് ഇടാൻ എന്താണ് ഒരു മൂഡ് മടിയാണ്. പക്ഷെ ആൾക്കാർക്ക് എൻ്റെ വ്ളോഗാണ് ആവശ്യം. അപ്പം എന്താ വെച്ചാൽ ഇത് ചത്തുപോകാൻ പാടില്ലല്ലോ പേജ്. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു വ്ളോഗ് ഇടാന്ന് വിചാരിച്ച് എല്ലാവരും ബാസിലെ വ്ളോഗ്. അപ്പം ഇന്ന് നമ്മളെ കൂടിയുള്ളത് നബീലാണ്. പിന്നെ നമ്മൾ സംസോക്കാടെ തോക്കും പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൂടെ സുഹൃത്തുക്കൾ എന്നുള്ളത് ഹനാൻ ഷാ. ഹായ് ഗൈസ്. അപ്പോൾ 3 മാസം ബ്ലോഗ് ഇട്ടിട്ട് അപ്പോൾ 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. സ്വന്തം ബ്ലോഗിലേക്കാളുള്ള ഇഷ്ടം അന്റെ ബ്ലോഗിലൊന്നും വരാനാണ്. അത് നമുക്ക് റിസ്ക് ഇല്ലല്ലോ. ഒന്നുമില്ല ഫുള്ള് തന്നെ നോക്കണോണ്ട് നമുക്ക് വന്ന് തരട്ടെ മതി. അപ്പോൾ 4 ലക്ഷം കഴിഞ്ഞു. 4 ലക്ഷം യൂട്യൂബിലും ബുള്ളിക്ക് 25ഓളം വരുന്ന കുടുംബ പ്രേക്ഷകരെ പ്രീതി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ നിൽക്കാം. ഞാൻ ഒരു സ്റ്റെപ്പ് വെക്കുന്ന നബീലിനെ അറിയാം. അപ്പം കൈ അവിടെ തന്നെ വെച്ച് ഇങ്ങനെ വെച്ചപ്പോ അതിന്റെ അടിക്ക് കൈയാണ് വെച്ചു. അപ്പൊ എന്താ വെച്ചാൽ ആ കുടുംബ പ്രേക്ഷകര് ഭയങ്കര വളവനാണ് വരെ. നമ്മളെ കൂടെ ഏറ്റവും വളവുള്ള യൂട്യൂബ് ഉള്ളതാ. സെന്റിമെന്റ്സ് പിടിക്കാനേ എമോഷണലി ഓഡിയൻസിനെ അറ്റാച്ച് ചെയ്താണ്ട് പിടിക്കുക. അത് വിജയിക്കുന്നുണ്ട് ചിലതിട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ അവിടെ ദീദുണ്ട്, ഷിഫാസ് ഉണ്ട്, ജിമ്മിണ്ട് അവിടെ ഫോണുമ്പോൾ എന്തോ ഇടിച്ചാണ്. പിന്നെ നമ്മളെ സ്വന്തം സംസോക്ക ആടിനൊക്കെ ഉണ്ട് സൈസ് ആക്കിക്കണ്. അപ്പോൾ ആടിൻ്റെ വ്ളോഗ് ഇതില്ലല്ലോ കേട്ടോ, അതിനുണ്ടില്ല കേട്ടോ. ഇവിടെ എന്നാ മതി, വെളിച്ചുണ്ടോ? ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടാ. ഓ ഇത് മൂഡ് ക്ലിയർ അല്ലേ, വെളിച്ചല്ലേ? ഞാൻ നേരെ എൻ്റെ റൂമിൽ വന്ന് നോക്കി, അതിലവിടെ ആരുമില്ല. അതിൽ ജിമ്മി പോയേക്കപ്പോ ഈച്ചുവിന്റെ റൂമിലുണ്ടായി. പക്ഷെ ഈ മാസം നമ്മള് ഫുൾ ഓണല്ലേനു, പ്രൊഡക്റ്റീവ് ആയിരുന്നു. ഓണമല്ല പക്ഷെ ഓണാക്കല്ല ഒരാളെ ഇനി അസുറാണെങ്കിൽ ആകെ എല്ലാ വ്ളോഗിലും ഞാൻ പോരാൻ പറ്റുന്ന ദിവസം ഡിമാൻഡ് ഇട്ടുന്നു. അപ്പൊ സുഹൃത്തുക്കളെ ആദ്യം യുദ്ധം തുടങ്ങുന്ന സമയത്ത് അസുറിന് ഇങ്ങോട്ട് പോരേനി. അപ്പൊ അന്ന് നമ്മള് വൈകളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അസുറും എന്ത് ചെയ്തില്ല, പോന്നില്ല. ഞാൻ കസാഖിസ്ഥാൻ കൂടെ ഒരു വൈകരണം കൊടുത്തീനി. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പോന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും നമ്മളോട് എന്താ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞ 15 ദിവസം അവിടെ ഉണ്ടാവും. എന്നോട് നോമ്പ് സ്റ്റാർട്ടിങ്ങിൽ അവിടെ ഉണ്ടാവും. ആദ്യത്തെ 5 ദിവസം ഇല്ലെങ്കിലും പിന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഫുള്ള് അങ്ങനെ ആദ്യത്തെ 10 വരും പറഞ്ഞു. അവസാനത്തെ 10 നോക്കിയാൽ കിട്ടൂല എന്നൊക്കെ പറയും. ഇപ്പൊ അവസാനം 5 കൂടെ ഉള്ളൂ. തീരെ പെരുന്നാളാകുമ്പോഴേനെങ്കിലും എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ബോസ്. പക്ഷെ നടക്കുന്നില്ല, നമുക്കറിയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ ഇതിന്റെ ബാക്കി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊക്കെയാണുള്ളത്. ഞാൻ ഇപ്പം എനിക്കൊന്ന് മഞ്ചേരി പോകണം. നശ്വനെ ഡിഗ്രി കയറുക പഠിച്ചാണ്. അല്ല എന്താ വെച്ചാല് ഡിസ്റ്റന്റ് ഡിഗ്രി. അപ്പൊ എന്താ വെച്ചാല് ഞാനും ഓളപ്പുറം എടുക്കരുത്. അപ്പൊ ഓൾ ഒറ്റയ്ക്ക് കയറൂല പറഞ്ഞേ. അപ്പൊ പിന്നെ ഞാനും ചേരാറുണ്ട്. രണ്ടാക്കും അങ്ങനെ ഇതൊക്കെ. അപ്പൊ ഇനി മഞ്ചേരി പോയി ഇങ്ങോട്ട് ഓളെ അണ്ണാമലല്ല ഇഗ്നോ യൂണിവേഴ്സിറ്റി ഡിസ്റ്റന്റ് ആയിട്ട്. എന്നിട്ട് പിന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയാൽ മതി. നമ്മള് ഡിഗ്രി എടുക്കാൻ താല്പര്യമുണ്ടോ? എടുക്കണ പണി തന്നെ. ജിമ്മ് താല്പര്യമുണ്ട് ഡിഗ്രി എടുക്കാൻ. ഒന്ന് എടുത്തിട്ടുണ്ടെന്നാലും വീണ്ടും ഞാനിപ്പോ ഒന്നും കൂടി എടുക്കാണ്. വേണ്ട, ഒരു ഡിഗ്രി മതി. പഠിച്ചോടത്തോളം പിടിക്കണേ. അപ്പൊ നെസ്വന്റെ മൂടാലോചിക്ക ഇതിപ്പോ 5ാമത്തെ പഠിത്തത്. പണി എടുക്കരുത്, പഠിച്ചാൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞ അവര് രശ്വ ആ മൂഡിലായോണ്ടാണ് ചേർന്നത്. അപ്പൊ 3 കൊല്ലം കൂടി തള്ളിയിടാലോ രശ്വക്ക്. വളവത്തിയാണ് രശ്വ. അപ്പോൾ ഡിഗ്രിക്ക് കയറ്റാൻ പോവാണ്. അപ്പൊ നമ്മള് 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അപ്പൊ എല്ലാരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. 400 300 700 ഇൻസ്റ്റാഗ്രാമില് ഒരു 300 ആൾക്കാരുണ്ട്. 300K ഇവിടെയും 400K അവിടെയാ പറഞ്ഞ ചെറിയ വിജയമല്ല, വലിയ വിജയമാണ്. കാരണം
വലിയൊരു ക്രിയേറ്റേഴ്സിന് കിട്ടുന്ന തരത്തിലുള്ള റെക്കഗ്നീഷൻ പല ആൾക്കാർക്ക് ഇടുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ പോലെ വ്ളോഗ് തുടങ്ങിയത് നമ്മൾ കുറേട്ടം പറഞ്ഞാണ്, അതിന് പറഞ്ഞിട്ട് നമ്മൾ വ്ളോഗ് തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ വ്ളോഗ് ഒന്നും ഇടുന്നില്ല. പക്ഷെ നമ്മളെ കാണണമെങ്കിൽ അനുവിന്റെ വ്ളോഗിൽ വന്നാൽ മതി, അതുണ്ട്. സജീവായി നിന്നാ മതി. അതെ അതെ, ഇപ്പൊ എനിക്ക് ഈ മാസം ഒന്നും ചെയ്തില്ല, കുറച്ച് സബ് കയറി അതെ അതെ, തലവട്ടം കാണുന്നുണ്ട്. അതെ അതെ. അപ്പൊ കുറെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ ഈ 2 ആഴ്ചന്റെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വന്നിങ്ങനെ, പുതിയ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ നമ്മളെ വ്ളോഗ് ഇതൊക്കെ കാണണം എല്ലാവർക്കും. നല്ല ടൗസർ ഫുള്ള് കീറിയിടോ. അപ്പൊ സുഹൃത്തുക്കളെ, അസുറിനോടുള്ള പ്രതിഷേധം നമ്മൾ അറിയിക്കുകയാണ്. പെരുന്നാൾക്ക് വരുന്ന പ്രതീക്ഷിക്കണേ, എത്തിയാലായില്ലേ? നമ്മളെന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ അസുറിനെ വെച്ചിട്ട് കുറെ പ്ലാൻ ആക്കിനി കേട്ടോ, അല്ലേ? കൊറേ നൈസ് പ്ലാന് അനുന്നോട് പറഞ്ഞ കൊറേ ഉണ്ടായിനി, തുറക്കും. പക്ഷെ എങ്ങനെയാലും എത്താൻ നോക്കുന്നുണ്ട്, എന്നെത്തും നമുക്ക് നോക്കാം. അപ്പൊ നമ്മളെ ബ്ലോഗൊക്കെ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മള് നശ്വനെ ചേർത്താൻ പോവാട്ടോ. അന്ന് ചേർത്താൻ ഞാൻ പോയി ഇപ്പൊ തന്നെ വരും. മറ്റെന്താ വെച്ചാൽ നാളെയൊക്കെ പോയാൽ നമുക്ക് സ്കൂളിൽ വന്നിട്ട് പോയാൽ പിന്നെ ആ കോലി ഒന്ന് തുറന്നു തരാറിന്. അങ്ങനെ പവർ ഉപയോഗിച്ച് നമുക്ക് ആകെ ഒഴിവില്ലെന്നാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് ഇതാക്കി തുറന്നു തരാറിന്. അപ്പൊ ഇന്ന് പോയി ചേർത്താണ്ട് ഇപ്പൊ തന്നെ പോയി പോകുക. 1/2 മണിക്കൂർ കൊണ്ട് പോരാ. ആട് തോലി ശാനാമോദിന് ഇവിടെ എത്തും. പോയിരാ ജിമ്മ പോയിരട്ടോ. ഒക്കെ മുത്തേ. അപ്പോൾ അഫി അയച്ചോ നൂറമോളെ. അസറു നമ്മളോട് പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നോമ്പ് തുടങ്ങണ ആദ്യത്തെ 10 വരുന്നാണ് ഇതിനത്. വന്നില്ല. രണ്ടാമത്തെ 10 കഴിഞ്ഞു, അതും വന്നില്ല. മൂന്നാമത്തെ 10 കഴിഞ്ഞ് തീരാനായി. എന്താ അസുറിനോട് പറയുക ഈ ഒരു അവസരത്തിൽ? അസുറിനോട് പറയാനുള്ള വെച്ചാല് വാക്ക് പാലിക്കുക, അതാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് വരും, ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ആളുകളെ വണ്ടി കയറ്റരുത്, വണ്ടി കയറ്റരുത്. അടുത്ത വരവ് നമ്മൾ കാത്തിരിക്കും. വണ്ടി കയറ്റില്ല, നമ്മള് പറ്റ പ്രതീക്ഷിച്ചു പോയി. എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിന്? സത്യം എന്തൊക്കെ ഒരു കുക്കിംഗ് വ്ളോഗ് പ്ലാൻ ചെയ്തിന്. ബടാ പ്ലാനുകൾ. ബോംബിന്റെ പ്രശ്നം കൊണ്ടാണ് വരാത്തത്. അതാണ് വരാത്തത്. അപ്പൊ എന്താ വെച്ചാല് ആദ്യം ഫ്ലൈറ്റ് റെഡി ആയ സമയത്ത് പിന്നെ അതൊരു കാരണം കൂടി എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനല്ല, ഇപ്പൊ സത്യം പറഞ്ഞാൽ പിന്നെ എന്തോ അങ്ങനെ ചവിട്ടി പിടിച്ചു. അതെ, നൂറമ്പൊക്കെ എന്താ പറയല്ലേ? അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ എന്താ വെച്ചാല് ഞാൻ നാള് വേൾഡ് മാപ്പ് തുറന്ന് എന്നിട്ട് ഞാൻ പ്ലാന് വരെ പറഞ്ഞെടുത്ത്. അതായത് ഈ അറബ് രാജ്യങ്ങൾ കൂടെ ഒന്നും വരാതെ വരാൻ പറ്റിയ പ്ലാൻ. മറ്റേ നമ്മളെ കസാഖിസ്ഥാൻ വഴി പോരാൻ പറ്റും. 3-4 ജോർജിയക്ക് പോകാനുള്ള പൈസ എത്താൻ പറ്റും. അപ്പൊ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ അതാ പറഞ്ഞു കൊടുത്തിക്കണത്. അപ്പൊ വരും എന്നുള്ള പ്രതീക്ഷയില് നാട്ടിലൊരു കൂട്ടം യുവാക്കള് കാത്തിരിക്കുകയാണ്. കാരണം നമ്മള് നല്ല 1-2 യാത്രകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതായത് അപ്പൊ നമ്മളെ അടിച്ച് പൊളിച്ച് മൂഡിലാണ് നമ്മൾ നിക്കണത്. സെറ്റല്ല അഫിയ? അപ്പൊ അഫിൻ തന്നെ അപ്പത്തിന് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു ഇതിൽ നിന്ന് ഇറങ്ങി ഫ്രീ ആവും അല്ലേ? അതിനാണ് നമ്മൾ, അതായത് എല്ലാ തിരക്കും ആഗ്രഹം പറഞ്ഞു തരോ അഫിനെ ഒന്ന് ബാക്ക് ടു ട്രാക്ക് ആക്കണം. അതിനാണ് അതിന് പ്രോഗ്രാം വരെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ആ ഡേറ്റിൽ തന്നെ. അപ്പൊ ആ ഒരു ബോധം ആർക്കും വേണം, ആർക്കും വേണം. ഫുള്ളോണ് അവിടെ, ഫുള്ളോണ് ടൈറ്റ് ഷെഡ്യൂളിൽ ഈച്ച് വരെ എന്ത് ചെയ്തു, ആ ഫുള്ള് ചാർട്ട് ചെയ്ത പരിപാടികളൊക്കെ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പൊ ഏതായാലും നമ്മൾ ഉഷാറാക്കും. അപ്പൊ ഇതിന് അസുറം ഒന്ന് വരണം എന്നാണ് നമ്മളൊരു ആഗ്രഹം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ പ്രേക്ഷകരും എന്ത് ചെയ്യാ മുട്ടിപ്പായി അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കമന്റ് ചെയ്യാം. അസറു വേഗം നാട്ടിൽ വരാൻ വേണ്ടി എല്ലാവരും എന്ത് ചെയ്യാം കമന്റ് എന്താ മെസ്സേജ് സങ്കടം പറഞ്ഞിട്ട് എത്തലുണ്ടാവുമെന്ന് അറിയില്ല. പ്രാർത്ഥിക്ക് ഇൻഷാ അല്ലാഹ്. നാളെത്തും എന്താ എനിക്കറിയില്ല. എന്താ പെട്ടെന്ന് എത്ര നല്ല ആഗ്രഹമുണ്ട്. എന്താ 26-ാം തീയതി ഇനി അടുത്ത ഫ്ലൈറ്റ് നോക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പൊ തന്നെ ചർച്ച എന്നോട് പറഞ്ഞു അഫി മെസ്സേജ് എനിക്ക് ആകെ ചടച്ച് ആകെ പിരാന്തായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ചെക്ക നാട്ടിൽ എത്തട്ടെ. ഓക്കെ, അപ്പൊ ഇനി ബാക്കി നമുക്ക് കാണാം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിതാ നശ്വനെ ഡിഗ്രിക്ക് ചേർത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. എവിടേക്കാ വന്നിക്കണേ? യജു താലിം. എവിടെയാണ് സ്ഥലം? മഞ്ചേരി യജു താലിമക്കാണ് വന്നിക്കണ കേട്ടോ. അപ്പൊ ഓൾ ഒറ്റക്ക് ചെയ്യൂല പറഞ്ഞ്. അപ്പൊ പിന്നെ എന്താ വെച്ചാല് അങ്ങോട്ട് മേലെ അൽഫട്ട നമ്മളെ കൊരമ്പ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എന്താ വെച്ചാല് ഓളോട് എന്താ വെച്ചാൽ TTC എടുക്കണ എല്ലാ കുട്ടികളോടും എനിക്ക് പറയുന്നതാണ്, ഡിഗ്രി നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, അതിന്റെ കൂടെ ഡിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ എന്ത് ചെയ്യുക എടുക്കുക. കാരണം നിർബന്ധമാക്കി വരും. എനിക്കുണ്ട്, എന്നാലും ഒന്നുകൂടി എടുക്കുക. അപ്പൊ എനിക്ക് വേറെ ലൈറ്റ് അല്ലല്ലോ, ഞാനും എന്ത് ചെയ്യാണ് ഒന്നുകൂടി എടുക്കുകയാണ്. ഓളൊറ്റക്ക് എടുക്കൂല പറഞ്ഞു. അപ്പൊ ഞാനും ഇന്നോടും എടുക്കാൻ പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് എന്ത് ചെയ്യാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഒരു ഡിഗ്രിയും കൂടി എന്ത് ചെയ്യാണ് അപ്പൊ നമ്മള് ഇറങ്ങി നോക്കാം. ഞാൻ അവിടെ പോയി ഇങ്ങോട്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് കേട്ടോ. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ നഴ്സറി കയറുത്താൻ കൊണ്ടുപോകണ അരി നിർബന്ധിച്ച് കൊണ്ടുപോകട്ടെ. വാ നടക്ക് പഠിക്കാന്. അപ്പോൾ ചെറിയ കുട്ടികളെക്കാട്ടിലും മടിയാണ് കേട്ടോ. പക്ഷെ ഇത് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയിപ്പേ, ഡിഗ്രി നിർബന്ധമാക്കി വരും. പിന്നെ ഓളി പഠിച്ചത് വെറുതെ ആവും, DLED പഠിച്ചത് വെറുതെ ആവും. ആ അല്ല ഡിഗ്രി ഉണ്ട്, പക്ഷെ എന്നാലും ഈ ഒരു ഡിഗ്രി മറ്റേ പ്രൊഫഷണൽ ഡിഗ്രി അല്ലേ, അതിൻ്റെ പുറത്ത് ഇതും കൂടി ഉണ്ടായിക്കോട്ടെ. ഡിഗ്രി അല്ലേ മോളെ, വാ വല്ല അതിൻ്റെ ഉള്ളൊക്കെ കയറിയാണ്ട് ഏട്ടൊന്ന് മുടി അല്ല മുടി ഒന്ന് കട്ട് ചെയ്ത് പിരികൊക്കെ ഒന്ന് ത്രെഡ് ചെയ്ത് എജു താലിം. എജു താലിം ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ രണ്ടാളും ഇനി മുതൽ ഇവരെ സ്റ്റുഡൻസ് ആണ് കേട്ടോ. ഉമ്മ അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഒരു കുട്ടിയൊക്കെ ഉണ്ടല്ലോ, ചെറിയ കുട്ടി ചെരുപ്പ് കൊടുക്കൂല. സാറേ ബക്കത മടിയാണല്ലോ. പിന്നെ ഹായ് ഹായ് ഇസ്ലാം സുഖല്ലേ? ഇവര് നിങ്ങൾ വിളിച്ച വീട് എവിടെയാണോ? ലോകം അടുത്ത് തന്നെയാണ്. ശരി നമുക്ക് ഇരിക്കല്ലേ? ആയിക്കോട്ടെ. ഇന്ന് മറ്റേ സാറില്ല. ചെറിയ കുട്ടികളൊക്കെ ചേർത്താൻ കൊണ്ടുണ്ടായി കൊണ്ടുവന്നോ. ചെറിയ കുട്ടികളൊക്കെ ചേർത്താൻ കൊണ്ടുണ്ടായി കൊണ്ടുവരാ. ഇരിക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ പോണത്. ആദ്യം ഇഗ്നോൻ്റെ ഫുൾ ഫോം പറഞ്ഞാൽ വലിയ കാര്യത്തിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാറൊക്കെ അതുകൊണ്ട് കാര്യമല്ല. ഇഗ്നോ യൂണിവേഴ്സിറ്റി ഫുൾ ഫോം പറയണം. ഒരു പ്രധാനമന്ത്രിന്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. ബാക്കി പറയും. IG ഇന്ദിരാഗാന്ധി. എന്നെന്തേക്കാരം ഊഹിച്ച് പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ എനിക്ക് കിട്ടും. എന്നെന്താ സാധാരണ വരിക? ഇന്ദിരാഗാന്ധി നാഷണൽ. പിന്നെ എന്തേക്കാരം അതിന് കിട്ടാൻ സാധ്യത കുറവ്. ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതാണ് ഇഗ്നോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പെട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ രണ്ടാളും ഇത് ഏതാ സബ്ജക്റ്റ് എടുക്കണേ? അപ്പോൾ ഞാനും BA ഹിസ്റ്ററി തന്നെ എടുക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്, താല്പര്യമില്ല ആളാണ്. വേണ്ട, നമുക്ക് ഒരുമിച്ച് മതി. അസൈൻമെന്റ് ഒക്കെ ഉണ്ടാവില്ല ഇതിന്? അപ്പോൾ എൻ്റെ അസൈൻമെന്റ് ഫുള്ള് ഞാൻ റെഡി ആക്കുന്നുണ്ട്. ഇത് വർഷത്തിലാണ് അസൈൻമെന്റ് ഉണ്ടാവുക? ഓക്കെ. അപ്പോൾ അസൈൻമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരേ സബ്ജക്റ്റ് ആയി എനിക്ക് സുഖമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സുഹൃത്തുക്കളെ, ഇവരെ ഇതാണ് എജു താലിമാണ്. നമ്മൾ രണ്ടാളും അഡ്മിഷൻ എടുത്ത സെൻറ്റർ എജു താലിമാണ്. നമ്മളെ കൊരമ്പ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ BA ഹിസ്റ്ററി ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ. ഇതിൽ വേറെയും കുറേ PG ഒക്കെ ഉണ്ടല്ലേ? PG എല്ലാം ഉണ്ടല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിനി നേരിട്ട് ഇവരുടെ തന്നെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ പോവാണ്. നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യണത്? വെറും ഡിസ്റ്റൻറ്റ് ഡിഗ്രി മാത്രമാണോ അതോ വേറെ എന്തൊക്കെ കോഴ്സുകളുള്ളതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞതാണ്. നമ്മളിവിടെ 10th + 2 6 മാസം കൊണ്ട്. ഓക്കെ, അത് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നുണ്ട്, മോണ്ടിസോറി ചെയ്യുന്നുണ്ട്, പിന്നെ മോണ്ടിസോറി DTC അല്ലേ? അത് ഓൺലൈനായിട്ടാണ്, എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നത്. പിന്നെ UG/PG ഇത്രയും കോഴ്സുകൾ ചെയ്യണം. പിന്നെ കുറെ സ്കിൽ കോഴ്സുകൾ ഞാൻ ആ ബ്രോഷർ നോക്കിയപ്പോൾ അതിൽ ഫാഷൻ ഡിസൈനിങ്, സൈക്കോളജി, കോഡിംഗ് കോഴ്സുകൾ, അതുപോലെ 3 മാസം കൊണ്ട് പഠിച്ചുകൊണ്ട് ജോലി നേടാൻ പറ്റുന്ന കോഴ്സുകളൊക്കെ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കൾ, നമുക്ക് പല സാഹചര്യങ്ങൾ കൊണ്ടും പഠിത്തം മുഴുവനാക്കാൻ പറ്റാത്ത കുറേ ആൾ, അപ്പോൾ നമ്മളെ ഓഡിയൻസ് ഒക്കെ തന്നെ കുറേ ആളുകൾ ഇല്ലേ, വീട്ടമ്മമാർ, അതേപോലെ പഠിത്തം നിർത്തേണ്ടുന്ന ആളുകൾക്ക് നമ്മൾ തന്നെ ചില സാധനങ്ങളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കമൻറ്റ് ഇങ്ങനെ വരുന്നതാണ്, നമുക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല, ഞങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് വരുന്നതാണ്. അപ്പോൾ 10ാം ക്ലാസ്സൊക്കെ മുഴുവനാക്കാൻ പറ്റാത്ത ആളുകൾ, അതേമാതിരി +2 ആക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ 6 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് 10th +2 ഇവിടുന്ന് പഠിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിഗ്രിക്ക് താല്പര്യം വരികയാണെന്ന് വിചാരിച്ചോളി, അപ്പോഴും നിങ്ങൾക്ക് ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഡിഗ്രി ഏത് യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് ഇവിടുന്ന് ഇവർ ചെയ്തു തരും. അതേപോലെ പിന്നെ PG കോഴ്സുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത്, ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത്, എന്തൊക്കെ ഇവർ കോൺടാക്റ്റും ഡീറ്റെയിൽസ് ഫുള്ള് കൊടുക്കുക. താല്പര്യമുള്ള ആളുകളെല്ലാവരും അതിൽ കോൺടാക്റ്റ് ആക്കിയിട്ട്
നിങ്ങൾക്ക് ഇവിടെ എൻക്വയറി ചെയ്താൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ നമ്മൾ ഓഡിയൻസിന് ചെയ്ത് കൊടുക്കണം പരമാവധി. നിങ്ങളെ കൂടെ പഠിക്കാന്നുള്ള ഓപ്ഷൻസ് കൂടി അവർക്കുണ്ട്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ വേണ്ട, കാരണം ഞാനതിൽ ഉണ്ടാവുകയില്ല, ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഇതിൽ കോൺടാക്ട് ആക്കിയിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കാം. 29 തികയും, 28 തികഞ്ഞ് 29 തുടങ്ങും. ഞാൻ 97 അപ്പം എങ്ങനെ വരിക? 28 തികഞ്ഞ് 29 തുടങ്ങുള്ളൂ അല്ല, അങ്ങനെയല്ലേ വരിക? ആകെ കൺഫ്യൂഷൻ ആയി, എല്ലാവർക്കും കൺഫ്യൂഷൻ ആയി. കുടുംബകാലത്തിന് അപ്പോൾ ഇത് നമ്മളെ സുഹൃത്താണ്. അപ്പോൾ ഓനാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ അല്ലേ, ഫുൾ കൈകാര്യം ഇത്. അപ്പോൾ 37 ഇവിടെ തന്നെ സ്റ്റാഫാണ്. നിങ്ങൾ എത്ര വർഷമായി? 5ാമത്തെ വർഷം. കുറേ ആയില്ലേ? ഇത് തുടങ്ങിയിട്ട് 5 വർഷമായില്ലേ? അപ്പോൾ ആദ്യം മുതലേ ഓക്കെ. അത് നിങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനാണ് നിങ്ങൾ ഓരോരുത്തരെ വിളിച്ചിരിക്കുന്നത് അല്ലേ? ഏജ് അപ്പോൾ ഏജ് ഒരു വയസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കുഴപ്പമൊന്നുമില്ലല്ലോ. 28 ആധാർ തരേണ്ടി വരും. 23 അല്ല, മടിയൊന്നുമില്ല. നമുക്ക് എന്താ വയസ്സ് പറയാൻ മടി. ഇവിടെ സ്വർണ്ണം എഴുതിയാൽ മതിയോ? 29 തുടങ്ങുകയാണ്. 2020 എത്ര അടിച്ച്? 6 29 കാണിക്കണേ. നമ്മള് ഡിഗ്രിക്ക് അഡ്മിഷൻ ഇത് എടുത്തു കഴിഞ്ഞു. എജു താലിമില് BA ഹിസ്റ്ററിക്ക് കോഴ്സ് നിങ്ങൾ എഴുതണം കേട്ടോ. BA ഹിസ്റ്ററിക്ക് ഞാനും നശ്വീൻ അഡ്മിഷൻ എടുത്തു. അപ്പം ഇനി നമ്മൾ വേറെ സ്റ്റുഡൻസ് ആട്ടോ. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ എജു താലിമിൻ്റെ ഒരു ഡയറക്ടർ കേട്ടോ. നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിനി, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിക്കണേ. അപ്പോൾ നമ്മൾ പഠിക്കണ പോലെ ആഗ്രഹമില്ല വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് അഡ്മിഷൻ എടുക്കാനൊക്കെ നമ്മൾ പറഞ്ഞിരിക്കണേ. കോൺടാക്ട് നമ്പർ നമ്മളിതിൽ കൊടുക്കും. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, പല സാഹചര്യങ്ങൾ കൊണ്ടും പഠിത്തം മുഴുവനാക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ തന്നെ ഫാമിലി ഓഡിയൻസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പം ഉമ്മമാരും അല്ലാതെ യൂത്തിന് തന്നെ ഇപ്പം തന്നെ ഒരുപാട് മുഴുവനാക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ 10th +2 അതുപോലെ ഡിഗ്രി PG ഇത്രയും കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. അതിൻ്റെ പുറത്ത് ഒരുപാട് സ്കിൽ കോഴ്സുകളും ഉണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൽ കോൺടാക്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവർ ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ കൊടുക്കും, ഫോൺ നമ്പറും കൊടുക്കും. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് DM ആക്കാം. നിങ്ങൾക്ക് ഇവർ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ ഓഡിയൻസ് ആണെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ചെയ്തതിനും പറഞ്ഞിരിക്കണേ. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ആക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിലുള്ളൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും മേഖലയിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെയൊക്കെ വാല്യൂ പിന്നെ സെയിം ആണെന്നാണ് പറയുന്നത് അല്ലേ? അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക. UGC കേന്ദ്ര ഗവൺമെന്റ് റെഗുലറും ഡിസ്റ്റൻസും ഓൺലൈനും ഒരേ വാല്യൂ ഉള്ളു, ഒരേ വാല്യൂ ആണ്. ഇപ്പോൾ ഓൺലൈൻ പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് തന്നെ പരീക്ഷ എഴുതാം. ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുത്തത് ഡിസ്റ്റൻസ് ആണ്, അത് സെൻറ്ററിൽ പോയി പരീക്ഷ എഴുതണം. കേന്ദ്ര ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളൊക്കെ അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റികൾ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് തന്നെ പരീക്ഷ എഴുതാം. സെയിം വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ഇപ്പോൾ ഈ +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ജെൻസി ഓഡിയൻസ് ഒക്കെ ഇപ്പോൾ ജോലിക്കാണ് പെട്ടെന്ന് നോക്കണത്. ഇപ്പോൾ സ്കിൽ കോഴ്സുകൾ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സ്കിൽ കോഴ്സ് ഇതിനൊപ്പം ആഡ് ചെയ്തത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നോർമലി ഒരാൾ റെഗുലർ പോകണ ഇതിന്ന് എന്താ വെച്ചാൽ 3 വർഷം കഴിഞ്ഞിട്ടാണ് അയാൾക്ക് എക്സ്പീരിയൻസ് കിട്ടുക. ഇത് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ അയാൾ എക്സ്പീരിയൻസ് ആയി. ഡിഗ്രി കഴിയുമ്പോൾ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആയി. അപ്പോൾ അയാൾക്ക് എന്തുകൊണ്ടും ബെനിഫിറ്റ് ആണ്. അപ്പോൾ വേറെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് താല്പര്യമുള്ള ആളുകൾ എല്ലാവരും വരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിതാ നശ്വക്ക് അഡ്മിഷനൊക്കെ എടുത്ത് വൈകുന്നേരം ഞങ്ങൾ ഇതേ ടീം KP ഞാനും നശ്വയും ഒരു പരിപാടിക്ക് പോവാണ്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഈ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും, പിന്നെ അസർ വരുന്നതിനെ പറ്റി എല്ലാവരും അഭിപ്രായം പറയണൊക്കെ ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുന്നേ നിങ്ങൾ കണ്ടു. അസർ സർപ്രൈസ് ആയിട്ട് എന്ത് ചെയ്യണേ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഒരാൾക്കും അതെന്ത് ചെയ്യൂല, അറിയൂല. ആകെ ഇതിനെപ്പറ്റി അറിയുന്ന ഒരാൾ ഞാനാണ്. അത് ഞാൻ ആരോട് പറഞ്ഞു? നശ്വനോട് പറഞ്ഞ്, പിന്നെ ഇപ്പോൾ ഞാൻ KPനോടും പറഞ്ഞു. ഞങ്ങൾ 3 ആളാണ് അസറുവിനെ എന്ത് ചെയ്യാൻ കൂട്ടാൻ പോണേ. അപ്പോൾ എല്ലാവരും അസറുവിനെ ഫുൾ ഫിറ്റാക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അസറിനോട് ഈ യുദ്ധം തുടങ്ങണതിൻ്റെ യുദ്ധം പീക്ക് എത്തുന്നതിൻ്റെ മുന്നേ എന്ത് പറഞ്ഞിട്ടുണ്ട് KP? അന്ന് ഫ്ലൈറ്റ് ഓടുന്നുണ്ട്. അസർ ഈ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ കയറിയാണ്ട് വാ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടോ. അതിലൊന്ന് താങ്ങി നിന്നതാണ്. അങ്ങനെ അസറിന് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. പക്ഷേ അവിടെ ഞാൻ എൻ്റെ 6th സെൻസ് വെച്ചിട്ട് എന്ത് ചെയ്തു, വേൾഡ് മാപ്പ് വെച്ചിട്ട് നമ്മൾ അസറുവിന് വരച്ച് കാണിച്ചു കൊടുത്ത്. ഇതാ ഇവിടെയാണ് നമുക്ക് ജോർജിയ വരുന്നത്. ഞാൻ അസറിനോട് പറഞ്ഞു ജോർജിയയിൽ നിന്ന് ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങളിലൂടെ ഒന്നും തൊടാതെ ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ജോർജിയയിൽ നിന്ന് നേരെ
കാപ്സിയൻ സീയുടെ മുകളിലൂടെ കസാക്കിസ്ഥാനിക്ക് എല്ലാം പറഞ്ഞു. അങ്ങനെ അസറു ശനിയാഴ്ച കസാക്കിസ്ഥാനിലെത്തി. കസാക്കിസ്ഥാനിൽ എന്നിട്ട് ഒരു ദിവസം നിന്നു. എന്നിട്ട് പിന്നെ ഞായറാഴ്ച, അതായത് ഇന്നലെ അവിടുന്ന് എന്ത് ചെയ്തു, നേരെ കസാക്കിസ്ഥാനിന്ന് ഡൽഹിക്ക് കയറി. ഇത് നമ്മൾ ഇന്ത്യ അവിടെ നേരെ എന്ത് ചെയ്തു, ഡൽഹിയിലേക്ക് കയറി. അപ്പോൾ ആ റൂട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് അസറു അങ്ങനെ ടിക്കറ്റ് എടുത്തു. വളഞ്ഞ് 2-3 ഫ്ലൈറ്റൊക്കെ കയറിയിട്ടാണ് വരുന്നത്. ഡൽഹിയിൽ ഇന്ന് രാവിലെ എത്തി. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇപ്പം എന്ത് ചെയ്തിരിക്കണേ, ഇപ്പം ഇങ്ങോട്ട് കയറിയിരിക്കണേ. ഈ ഫോണിലാണ് അസറു എനിക്ക് അയച്ചത്. അപ്പോൾ മുത്തേ കയറിയിട്ടൊക്കെ പറഞ്ഞ അസറു എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് അസറു ഇപ്പോൾ കോഴിക്കോട് ഒരു വൈകുന്നേരം 7:30 ആകുമ്പം അസറു എത്തും. അപ്പോൾ നമ്മൾ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. ഒരാൾക്കും അറിയില്ല പറഞ്ഞാൽ വരുന്ന വിവരം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഇവരൊക്കെ അടുത്ത് അസറുവിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എത്തിക്കാൻ പോകണം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് തന്നെ, എനിക്കും തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ നമുക്ക് ട്രിപ്പ് വരുന്നുണ്ട്. അതായത് 1-2 ഇൻ്റർനാഷണൽ ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അസറും ഉണ്ട്. അപ്പോൾ ഹനാനൊക്കെ ഇന്നലെ മിന്നാന്നൊക്കെ ഫുൾ ഫിറ്റിക്ക് അസറുവില്ലേ. എന്നോട് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് കയറി പോരാൻ. ഇപ്പം അവിടെ ഇവിടെ കുടുങ്ങിയില്ലേ, എനിക്ക് അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹനാനൊക്കെ നല്ല ഫുൾ ഫിറ്റിക്ക് അസറുവിനെ. അപ്പോൾ എന്താ വെച്ചാൽ വൺ സർപ്രൈസ് ആവും അത്. കാരണം ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതിലൊരു ചെറിയൊരു ആശങ്ക എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അസറുവിനെ എടുക്കാൻ പോവാണ്. അപ്പോൾ അനു ആണെങ്കിൽ ഇന്ന് എന്ത് ചെയ്യും, എറണാകുളം പോകണം. ഒരു റെക്കോർഡിങ്ങിന് എന്താ ആവശ്യം, എറണാകുളം പോകണം. അപ്പം ഏർക്ക് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങി ഡൊമസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റും എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, പ്രതീക്ഷിക്കണത്. എനിക്ക് പ്രതീക്ഷ അല്ലേ? എന്താ അസറു വരിയെ കുറിച്ച് എന്താ പറയല്ലേ, സന്തോഷാണ്. എന്നാലും വേറെ എന്താ പറയല്ലേ, എല്ലാരും സർപ്രൈസ് ആവുമോ? അപ്പൊ എന്താ വെച്ചാല് 9:30 ട്രെയിൻ പോകും. അതിന്റെ മുമ്പ് അസറൂനെ അങ്ങോട്ട് എത്തിക്കും വേണം. അപ്പൊ ഇനി എന്തെങ്കിലും കാരണവശാൽ എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ വൈകുമെന്നൊരു ടെൻഷൻ. പക്ഷെ ഡൊമസ്റ്റിക് ആയതുകൊണ്ട് സാധ്യതയില്ല, പെട്ടെന്ന് കിട്ടലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അസറൂനെയും കൊണ്ട് ട്രാഫിക് മോഡിൽ ഇവിടെ നിലമ്പൂരിലേക്ക് വരും. ഹനാ പോണീൻ്റെ മുന്നേ എന്ത് ചെയ്യും, നമ്മൾ ഹനാൻ്റെ മുന്നിലേക്ക് അസറൂനെ എത്തിക്കോട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പറയാം, ആർക്കും അറിയില്ല. എന്നിട്ട് അസറു ഫുൾ അടക്കം. അസറു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഗ്രൂപ്പിൽ സങ്കടപ്പെട്ടാണ് ഓരോ മെസ്സേജ്. പിന്നെ എടാകപ്പെട്ടടാ, എടാകപ്പെട്ടടാ നിങ്ങൾ പോയി ഒരു ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ഹനാനൊക്കെ പണ്ട് ടിക്കറ്റ് വരെ എടുത്തിക്കണേ. ഇപ്പോഴും കൂടി ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ എന്താ അസറുവിൻ്റെ കാട്ടുക എന്താ ഇതാക്കിയാൽ പറഞ്ഞു സാരില്ല, പിന്നെ അവൻ എങ്ങനെയും വരാൻ പറ്റുമോ നോക്കണ്ടേ, പെരുന്നാക്കൊക്കെ എങ്കിലും എങ്ങനെ എത്താൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൊട്ടം കളിച്ചു. ഇന്നലെ ഞാൻ വണ്ടി ഇരുന്നപ്പോഴൊക്കെ ഇതിനെ പറ്റി പറയണ്ടേ, എനിക്കിത് പറയാൻ വയ്യല്ലോ, പറയാൻ ആഗ്രഹമുണ്ട്. ഇന്നെന്താ വെച്ചാൽ ഒന്നാമതെന്താ വെച്ചാൽ നമ്മൾ അനുവിനോട് പറയാതെ നമ്മൾ സർപ്രൈസുകളൊന്നും പ്ലാൻ ആക്കലില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ ഓനോട് പറയാത്തൊരു പ്ലാൻ ആയതുകൊണ്ട് ഇതിങ്ങനെ പറയാൻ വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു ദിവസം കൂടി എല്ലാവരും മനസ്സിലായിട്ട് അടിച്ചമർത്തി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അസറുവിനോട് ഞാൻ പറഞ്ഞു ഒരു ക്ലൂ ആർക്കും കൊടുക്കല്ലേ, നമുക്ക് എല്ലാവരും സർപ്രൈസ് ആക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അസറുവിനെ എന്ത് ചെയ്യണേ, കൂട്ടാൻ പോവാണ്. അപ്പോൾ നമ്മൾ പോയോക്കട്ടെ, ഇനി നിന്നാൽ നമുക്ക് പോവുള്ളൂ. അപ്പോൾ നോമ്പൊക്കെ ഒന്ന് പോകണ വൈക്കുന്ന തുറക്കണം കേട്ടോ. ഫുൾ പാക്ക് നമ്മൾ സാനിറ്റൈസർ ഇവിടെ നിഷ്പ നമ്മളെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നോമ്പ് ഇറക്കാല്ലേ ഫുൾ സെറ്റപ്പിൽ എന്തൊക്കെയാണ് കാണിച്ചു കൊടുത്താ, അതായത് വേറെ ഒന്നും എടുത്തിട്ടില്ല. ഒരു വലിയൊരു കാസറോൾ നിറച്ച് വത്തക്ക മാത്രം. അല്ല വേറെ ഒന്നും തിന്നാലല്ലോ, തന്നെയുണ്ടല്ലോ. അപ്പോൾ ഒരു പാത്രം ഫുള്ള് വത്തക്ക എടുത്തു. പിന്നെ ആ എടുത്താ നമ്മളിപ്പം അനുവിൻ്റെ കുക്കിംഗ് വ്ളോഗ് എടുക്കാൻ പോയപ്പോൾ അവിടുന്ന് ഇത് വാങ്ങിട്ടോ, കോക്കനട്ട് വാട്ടറിൻ്റെ ഒരു ബോട്ടിൽ, പിന്നെ പച്ചവെള്ളത്തിൻ്റെ ഒരു ബോട്ടിലും ഉണ്ട്. കാരക്കൊക്കെ എടുക്കാൻ മറന്നു, വെള്ളം കൊണ്ട് തുറക്കാം അല്ലേ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അസറുവിനെ കൊണ്ടുവരാൻ പോണത്. അപ്പോൾ പാളാക്കട്ടെ, അഥവാ ഇനി അനു ട്രെയിൻ കയറി മിസ്സായി പോയാൽ നമ്മൾ അനുവിനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. വേറെ ഓപ്ഷൻ ഇല്ല. കാരണം എന്താ വെച്ചാൽ കൊച്ചിക്ക് പോകാൻ സമയമില്ലെന്ന് മാത്രമല്ല, അനു പിന്നെ നാളെ വരില്ല, മറ്റന്നാൾ വരുള്ളൂ. അതുവരെ അസറുവിനെ ആരും അറിയാതെ ഇവിടെ ഹോൾഡ് ചെയ്തൊക്കെ പറഞ്ഞാൽ ടാസ്ക്കാണ്. ആരെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ഫോട്ടോ എടുത്ത് ഇതൊക്കെ എങ്ങനെയും അറിയും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പ്ലാൻ കാരണം നടക്കുക, എന്താ സംഭവിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ പ്ലാൻ ഇങ്ങനെയാണ്, അനുവിനെ പോണീൻ്റെ മുമ്പ് നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം എന്നാണ് ആഗ്രഹം. നടക്കും അറിയില്ല, നടക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നടക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇതിലേതെങ്കിലും ഒരു പ്ലാനാണ് നമ്മൾ ഇട്ടിക്കണേ. അപ്പോൾ പോയി തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതാ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് എത്തിയാണ്ട് അസറുവിനെ വെയിറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ കെപിയെ 2-3 ദിവസമായിട്ട് ഗ്രൂപ്പിൽ വൻ ചർച്ചയാണ്. അപ്പോൾ അസറു എന്താ കാട്ടി വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ, സങ്കടപ്പെട്ട് മെസ്സേജ് അയക്കും ഗ്രൂപ്പിൽ, വരാനും കഴിയണില്ല, ഇമോഷണൽ ആയിട്ട് എല്ലാവരും തളർത്തും. അതായത് സങ്കടപ്പെട്ടാണ്ട് വരാനും പറ്റണില്ല, ആകെ പെട്ടല്ലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വോയിസ് കേട്ടോ, അസറുവിൻ്റെ ഫസ്റ്റത്തെ വോയിസേ. പക്ഷേ വിസ കൊടുക്കണം എനിക്ക്, ഞാൻ വിസക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇന്നലെ 10 ദിവസം എടുക്കും വിസ കിട്ടാൻ. വിസ കിട്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. ഞാൻ വിസ കിട്ടിയിട്ട് ടിക്കറ്റ് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് ചിലപ്പോൾ പോകും. ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വിസ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പൈസ പോകും. അതിൽ അടുത്ത ആള് അസർബൈജാൻ ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാവും. ജസീബ് അതല്ല, അതിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യണ്ട, പോകുന്നുണ്ട് ഫ്ലൈറ്റ് അവിടെ നിന്ന്, അത് കൺഫേം ആക്കില്ല.
എല്ലാരും ഫുൾ ഐഡിയ ഹർഷിന്റെ ഐഡിയകൾ അടഞ്ഞു. എനിക്ക് ഫ്ലൈറ്റിന്റെ ചൊറ, ഇങ്ങനത്തെ ഓരോ ചൊറ, ഓരോ വള്ളി കേസ് എല്ലാം എന്റെ അടുത്ത് കയറുന്നത്. എന്താ കാട്ടുക നാട്ടിൽ പോവാ. നമ്മളെല്ലാരും രണ്ടര അടിച്ചിട്ടുണ്ട് ഫ്ലൈറ്റ് കിട്ടി കൊടുക്കാൻ സൈക്കോ ഞാൻ അനുവിന് വർത്താനം കണ്ട് തിരിച്ചാണ്. അസറോ അടുത്ത നാട്ടിൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഇത് തീക്കടാ ഞാനുണ്ട്. അർഷേ ഖത്തർ കൂടെ വരാനേ ഖത്തർ അതിലാറെ നോക്കാണേ. അസറ് എങ്ങനെയും കഴിച്ചില്ലേ പോരെ, എന്നിട്ട് അവിടെ പോയി കണ്ട് അവിടെയും പെട്ട് കിടക്കാര്. അല്ല ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് മാർഗം കാണുമല്ലോ. അപ്പൊ കണ്ടൊക്കെ ഒരുമിച്ച് പോകാം. അങ്ങനെ ഒരു വർത്താനം അപ്പൊ ഇങ്ങനെ തുടങ്ങി വൻ ചർച്ചകളാണ് ഗ്രൂപ്പിൽ അസറിന്റെ നാട്ടിലേക്ക് എത്തിച്ചാണ്. അപ്പോൾ അതിൽ ഞാനും തട്ടി ഇലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചാലും പിന്നെ ഞാൻ അതിൽ ആ സാധനം ഗ്രൂപ്പിൽ എടുത്തിട്ട് അതിലാണ് അസറിനോട് അസർ വോട്ട് ചെയ്യാനെങ്കിലും നാട്ടിൽ എത്തും. അപ്പോൾ അതിനിങ്ങനെ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അത്രയും പ്രതീക്ഷയാണ്. അസർ നോമ്പ് ഫസ്റ്റ് മുതൽ നമ്മളെ കൂടെ ഉണ്ടാകും കരുതിയേന്. അതാണ് ഇപ്പോൾ ആളി യുദ്ധം തുടങ്ങിയതിന് ശേഷം. അപ്പോൾ അതാണ് ഉണ്ടായത്. അതെ അതെ. അപ്പോൾ ഇതേപോലെ പെട്ടെടുക്കുന്ന കുറേ ആളുകളുണ്ടാവും. യുദ്ധമൊക്കെ എത്രയും പെട്ടെന്ന് നിൽക്കട്ടെ. ഇതേപോലെ പല കാരണങ്ങളാലും വീട്ടിലേക്ക് വരാനല്ലേ, ഇപ്പം കുടുംബത്തിൽ ആറ്റു പറ്റിയെങ്കിൽ കല്യാണമല്ലോര് മരണമല്ലോർക്ക് വരെ വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് യുദ്ധമൊക്കെ നിന്നുകൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടും മാറട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഏതായാലും അസറുവിനെ നമ്മൾ വളഞ്ഞു മൂക്കുടിച്ചിട്ടാണെങ്കിലും കസാഖിസ്ഥാനിലേക്ക് എത്തിച്ചിട്ട് കസാഖിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ഡൽഹിക്ക് വന്നിട്ട് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ഇതാ കോഴിക്കോട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ളത്. അപ്പോൾ നമ്മൾ പോയേക്കാം. ബാക്കി ഇനി ചെക്കൻ വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ 25ഓളമല്ല 50ഓളമല്ല 500ഓളം വരുന്ന 10,000-ങ്ങളോളം വരുന്ന അസറുക്ക ഫാൻസ് ഇതിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അസറുക്ക ഇന്ന് മുതൽ നമ്മളെ കൂടെ ഫുൾ ഓൺ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കി കാണാം അവിടെ പോയി. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ഫ്ലൈറ്റ് കണ്ടോ ഡിലേയുടെ കാണിക്കണേ. 19:25 എത്തേണ്ടത് 20:09 കാണിക്കണത്. അതായത് ഏകദേശം അരമണിക്കൂറിൻ്റെ മേലെ ഫ്ലൈറ്റ് ഡിലേ ആണ്. അപ്പം ഇനി എന്താവും നമുക്ക് കണ്ടറിയാം. കാരണം എന്താ വെച്ചാൽ 9:30 ആയാലും അനുവിൻ്റെ ട്രെയിൻ എടുക്കും. ട്രെയിൻ ഇപ്പം നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ. കാറാണെങ്കിൽ ഇവിടെ നിൽക്കാറാൻ പറ്റിനി. ഇതിപ്പോൾ നടക്കാത്തതുകൊണ്ട് എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷേ എത്താൻ സാധ്യത കുറവാണ്. 8:10 അവിടെ ഇറങ്ങിയാലും ഒരു 15 മിനിറ്റ് എന്തായാലും എടുക്കുമല്ലോ പുറത്തേക്ക് എടുക്കുമ്പോൾ. 8:30 നമ്മൾ പോയാൽ ഇനി റെയിൽവേ സ്റ്റേഷനിൽ ലാസ്റ്റ് ഒരു നിമിഷം കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അല്ല ഒരു റെക്കോർഡിങ് ഉണ്ട്. ആകെപ്പാടെ കാണാൻ അധികം ടൈം കിട്ടൂല. ജസ്റ്റ് കണ്ടു പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം. 8:10 ടൈം കേട്ടോ. എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നശ്വക്ക് എന്നെ പരിക്ക് പറ്റി. അതാ തിരിച്ചടിച്ചു, റിട്ടേൺ അടിച്ചു. അപ്പോൾ അതായത് പണ്ടൊക്കെ ഇനി പഠിച്ചോ പിന്നെ കൊടുത്തേനെ. ഇപ്പോൾ സ്പോട്ടിലാണ്. അപ്പോൾ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചാണ്. അവിടെ തന്നെ കൊട്ടി പടഞ്ഞു വീണ് ആകെ മുറിയൊക്കെ ആയി. അപ്പോൾ അസുറിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു നശ്വ അത്തിമാണിയിൽ. എന്താ പറയല്ലേ അസുർ വരുന്നതിനെ കുറിച്ച് എന്താ പറയല്ലേ? വളരെ സന്തോഷം. ഇതൊരു കാര്യം ചെയ്താ ഈ മൈക്കൊന്ന് പിടിച്ചാ KP എനക്കെന്താ പറയല്ലേ അസുർ വരുന്നതിനെ കുറിച്ച്? എനിക്ക് അതായത് ഇന്നലെ ബാസിലിനോട് അറിയാതെ പറഞ്ഞു. പക്ഷേ ഞാൻ ഞെട്ടി. കാരണം അസർ വരില്ല കുറേ. അതായത് ഇന്നലെ നമ്മൾ വേറൊരു ലൊക്കേഷനിൽ ഞാനും KPയും ഞങ്ങളെല്ലാവരും കൂടെ പോയി. അവിടെ എത്തിയപ്പോൾ എന്തായി പെട്ടെന്ന് എടി ക്യാമറ ഇല്ല പോണ്. അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് അറിയാതെ ഞാൻ എന്ത് ചെയ്തു KPനോട് പറഞ്ഞു. അല്ല വേറെ ആളോട് പറഞ്ഞു. KP അതിൽ KP ഇതിപ്പോ ഒപ്പം മുതൽ കൂടിയതാണ്. ആ ടൈം മുതൽ നമ്മളെ പ്ലാനിങ്ങിന്റെ കൂടെ ജോയിൻ ചെയ്ത ആളാണ് നമ്മളെ KP. അപ്പോൾ ഏതായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണേ. ടൈം കുറഞ്ഞോ? അതായത് എത്ര 20:10 ഒക്കെ ആയിരുന്നു കാണിച്ചത്. ഇപ്പോൾ 19:58 കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് മിനിറ്റുകൾ നമുക്ക് കുറഞ്ഞിട്ടിട്ടുണ്ട്. അതെ കുറച്ച് ലാഭം കിട്ടി. ഒരു 8:15 ആൾ പുറത്തിറങ്ങിയ സെറ്റാ. 19:58 ഇവിടെ എത്തിണ്ടാവും. ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കും. അതെ നിലമ്പൂർ നമ്മൾ എത്തിക്കും. തലത്താളം ഒരുപാട് ട്രാഫിക് ഇട്ട് പോകേണ്ടി വരും. അതെ വരട്ടെ. തുജിങ്ങോട്ട് പോവാ, പുറത്തേക്ക് പോവാ വേഗം. അവിടെ ലാഗാക്കാന്നാ മതി. ഓക്കെ സെറ്റ് ആട് വലിച്ചു തുറന്നാ അത് ആയിക്കോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ ആകെ എന്താ നമ്മൾ ഈ
ഭാര്യമാരെ ലേബർ റൂം കയറ്റിയാണ്ട് പുറത്തു പോയി ഭർത്താക്കന്മാർ ആ ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്കുള്ളത് സത്യം പറഞ്ഞാൽ. അല്ല പോയതല്ല, പക്ഷെ നമ്മൾ കണ്ടിക്കണല്ലോ, സിനിമയിലെ കണ്ടിട്ടില്ലേ. അപ്പം ആ ഒരു ടെൻഷൻ അത് നിന്നിട്ട് എന്ത് ചെയ്യണില്ല, നിൽപ്പുറക്കണില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ചെക്കൻ വരട്ടെ, എത്തുമല്ലേ നമുക്ക് നോക്കാം. കട്ട പോസ്റ്റാണ് ഇവിടെ. ഫ്ലൈറ്റിന്റെ പൈലറ്റ് വരെ പെരിയിലെത്തി, ഇപ്പൊ ഇപ്പോഴും വന്നിട്ടില്ല. ഫ്ലൈറ്റ് മാറിയോ? അപ്പൊ ഏതായാലും കാത്തു നോക്കുന്നത് KP നമ്മളെ കയ്യിൽ നിന്ന് പ്ലാന് പാളി. അതായത് ഒരിക്കലും നമുക്ക് നിലമ്പൂര് ആ ടൈമിൽ എത്തിക്കാൻ പറ്റും തോന്നുന്നില്ല കണ്ടിട്ട് നിലവിലെ കണ്ടീഷൻ. രക്ഷയില്ല. ട്രെയിൻ തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ട്രെയിൻ തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇവിടുന്ന് ഷൊർണൂർക്ക് എത്ര ഉണ്ട് വരോ? 2 മണിക്കൂറുണ്ട്. അപ്പോൾ ഇതിന് ഷൊർണൂരിൽ നിന്നും പോവും. ആകെ പോനെ പോലെ നമ്മൾ സർപ്രൈസ് പ്ലാനൊക്കെ നോക്കുമ്പോൾ അത് ഇങ്ങനെ കടായും ചെയ്ത് എന്താണ് ഒരു നോക്കാം. കുറച്ചുകൂടെ കാത്തു നോക്കട്ടെ സുഹൃത്തുക്കളെ. അങ്ങനെ കാണികൾ കാത്തിരുന്ന എൻട്രി. ഹലോ ഗായ്സ്, ഒമേഗ ബാബു ഹാസ് അറൈവ്ഡ്. ആ വരുന്നു കാക്ക. അങ്ങോട്ട് ഇറങ്ങിക്കാം. ആ സൈഡ് കൂടെ ഒടുവിലെത്തി. നമുക്ക് വേഗം പോണം. അർജന്റ് ഓൽക്ക് ഫ്ലൈറ്റ് ഉണ്ടേ. ഇന്നെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ ഓക്കെന്നെ പരിക്കേറ്റു. ആകെ സീനാണ്, ഫുൾ ടാസ്ക് ആണ്. അല്ലല്ല മെല്ലെ പോളൂ. ഒക്കെ സെറ്റാക്കും, എല്ലാ പ്ലാനും ഉണ്ട്. എടാ അനുവിന് പെട്ടെന്ന് കൊച്ചിക്ക് കൊണ്ടുതന്നെ ഒരു 9:30 ട്രെയിനിന് പോവുകയും ചെയ്യും. ആ കാര്യമാണ്. അപ്പം എന്താ വെച്ചാൽ ഓലഡ് കണ്ടിട്ട് നമുക്ക് പിന്നെ ഫുഡ് കഴിച്ചിട്ട് എപ്പോഴാച്ചാൽ വരി കയറിയാൽ മതി. ഓലെ കാണാന്നുള്ളൊരു സാധനമാണ്. അത് ഓല് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ നമുക്ക് കണ്ടു പോകണം. കുറച്ചേരം കൂടി മുന്നേ ഡൽഹിന്ന് മെസ്സേജിട്ടുള്ളൂ. നായ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് എടുത്ത് ഗ്രൂപ്പിലൊരു സങ്കട മെസ്സേജ് ഇടും. മറ്റേ സാധനം ഗ്രൂപ്പിൽ ഓരോ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കും. എടാ ഫ്ലൈറ്റ് റെഡി ആയില്ല, ഫ്ലൈറ്റ് റെഡി ആയില്ല. വേഗം 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 ഇത് ഡിക്കി കയറ്റണം കേട്ടോ. ഞാൻ നോക്കണോ ഇതിൽ പോസ്റ്ററോ? പിന്നെ ഓ സെറ്റ് കേറു ഗൈസ്. എടി അസറുവിനെ വത്തക്കൊക്കെ എടുത്തോട്ടാ. വത്തക്കൊക്കെ എടുത്തോന്നാരാ? വത്തക്ക ഉണ്ടായില്ലേ? ഇതൊരു സൈഡിലേക്ക് ഇരുന്ന് കൊടുക്കും. KP മറ്റേ സൈഡിൽ ഇരുന്നോളൂ. അല്ല വേണ്ട വേണ്ട വേണ്ട, അസറു വന്നുമ്പാടെ വത്തക്ക തടിച്ച് കയറ്റണ്. KP ടൈം എത്ര ഇപ്പൊ? നമുക്ക് എത്താൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? സുഖമായിട്ട് എത്തും. അർജന്റ് അല്ല, നോർമൽ തന്നെ നമ്മളെത്തും. ബാക്കി ഇരിക്കണ്ട, അവിടെ ഇരുന്നാ മതി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നമ്മളെ പ്ലാനിങ് ഇതുവരെ എങ്ങനെയുണ്ട്? ഈ പ്ലാനിങ്ങോ ഇതുവരെയുള്ള പ്ലാനിങ് വിജയകരമായി പോയിക്കണേ. ലൈവായിട്ട് ഗ്രൂപ്പിൽ ഒരു സംഘടന മെസ്സേജ് ഇട്ടാ മുണ്ടല്ലോ. ഞാൻ വെറുതെ വിളിച്ചു നോക്കിയാലോ. വാട്സപ്പ് കോൾ ചെയ്താൽ മതി. വാട്സപ്പ് കോൾ ചെയ്യാം. ഇനി അന്നത്തെ മതി മറ്റേ നമ്പർ എവിടെയെങ്കിലും കോണോക്കട്ടെ, എന്നിട്ട് കാണിച്ചെടുക്കാം. ഇന്നാള് റിങ്ങിങ് കാണില്ലട്ടോ, നെറ്റ് ഓഫ് ആണ്. ഓൻ്റെ പാരല്ലേ? ഇറങ്ങിയിട്ട് ഹലോ എവിടെ? എന്താ കഥ? ഞാനേ മറ്റേ ട്രാവൽസിന്റെ ടീം ഇപ്പൊ വിളിച്ചിന്. ഓല 28-ാം തീയതി ട്രെയിൻ എന്താണ് മറ്റേ ഇത് ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാല് 29-ാം തീയതി ഏർലി മോർണിംഗ് ഞാൻ അവിടെ എത്തുക. രാത്രിയാണ്. അപ്പൊ അത് എടുക്കാൻ പറയാല്ലേ?
എടുക്കാൻ പറയും. അത് കിട്ടുന്നുണ്ട് എന്താണ് എടുക്കാൻ പറയും. ആ എന്നാ ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കേ. ഞാൻ എന്നാ പറയട്ടെ. വേഗം നോക്ക്. ഓക്കെ അബുക്കാനോടൊന്ന് ചോദിക്കാം എപ്പോഴാ ട്രെയിൻ നമ്മൾ ടിക്കറ്റ് ടൈം ഉണ്ടോ ചോദിക്ക്. ആയിക്കോട്ടെ, ഞാൻ എന്നാ ചോദിക്കാട്ടോ. ഓക്കെ ബാങ്കാണോ? ഓക്കെ നോക്ക്. ഒരു പിടിയില്ല. പക്ഷെ ഞാന് ജോർജിയന്ന് പോയത് അൽമാട്ടിക്കാ. അൽമാട്ടി എയർപോർട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് മലയാളീസിനെ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഡൽഹിയിൽ എത്തിയപ്പോ ഫുള്ള് മലയാളീസ്. അപ്പൊ നമ്മളെ പ്ലാൻ മൊത്തം പൊളിയും തോന്നുന്നുണ്ട്. ഫുൾ മലയാളീസാണ്, ഒക്കെ അറിയണവരാണ്. എല്ലാരും വന്നാണ്ട് എപ്പോഴാ എങ്ങോട്ടാ പോണേ, നാട്ടിക്കല്ലേ, ആരൊക്കെ എയർപോർട്ട് കാണാനൊക്കെ വരുന്നുണ്ടോ? അപ്പൊ പറഞ്ഞാ എല്ലാരും ഉണ്ട്, എല്ലാരും സെറ്റാണ്. സർപ്രൈസ് ആരോട് അറിയിക്കാതെ ത്വര കൂടാ. പക്ഷെ 1-2 ഞാൻ പറഞ്ഞു, കാരണം ഓല് ഫോട്ടോ എടുത്ത്. ഫോട്ടോ ഇപ്പൊ പറഞ്ഞാല് അങ്ങനെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മള് നാട്ടിലെത്തി. നമ്മളുടെ സർപ്രൈസ് ആക്കുക. നാളെ മുതൽ ഫുൾ ഓണേ. സർപ്രൈസ് ആവുക അറിയില്ല. പിന്നെ ക്ലൂ കിട്ടിക്കണോ? ഇല്ലല്ലോ, ഒരു ക്ലൂ കിട്ടിയില്ല, എവിടെയും കിട്ടിയില്ല. കാരണം എന്താ വെച്ചാല് ഇന്നലെ വരെ വണ്ടിയിൽ ഞങ്ങൾ രാത്രി കോഴിക്കോട് പോയിരുന്നില്ലേ. അപ്പം അനുങ്ങനെ പറയുന്നുണ്ട് അച്ഛനോട് അന്ന് കയറാൻ പറഞ്ഞാണ്. അവിടെ അന്തം വിട്ട് കുത്തിരണേ, ഇനി അവിടെ ഇരിക്കട്ടെ, ഇനി അങ്ങോട്ട് പോരാൻ നോക്കണ്ടല്ലോ, അത് കിട്ടിയാലായി. അതില് എനിക്കിങ്ങനെ അതൊക്കെ കേൾക്കുമ്പോ പറയാനും പൂതിയുണ്ട്. ഇന്നത് പറയാനായിട്ട് വെച്ചാലും ഇത്രയും പ്ലാനാക്കി വെച്ചാലേ. അതായത് ഇത് എനിക്കെന്താ വെച്ചാൽ അനു പോണീന്റെ മുമ്പ് എന്നെ ഒരൊറ്റ വട്ടം കണ്ടു പോവാണെങ്കിൽ ഒമ്പരക്ക് പോയാൽ മറ്റന്നാള് രാവിലേക്കൊക്കെ ഉച്ചക്കൊക്കെ എത്തുള്ളൂ. അതായത് ബുധനാഴ്ച. അതുവരെ നമ്മൾ ഇതിങ്ങനെ ഹോൾഡ് ചെയ്തൊക്കെ നമുക്ക് റിസ്ക് അല്ലേ. നാട്ടിലെത്തിയിട്ട് ഇൻസ്റ്റാഗ്രാമില് ഫുള്ളൊരു സാധനമാണ് ഇപ്പൊ ഉള്ളത്. എന്താണ് മദർലാൻഡ് മസാല സോഡ പൈതി. നമ്മള് പാലക്കാട് പോകും. എവിടെ? പാലക്കാട് പോയി കുടിച്ചു പോരും. കാരണം ജോർജിയയിൽ നോമ്പറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോ ഇതാ കാണുന്നത് പൈതിക്ക് പൈതി അതന്നെ ഉള്ളു ഇന്ത്യയില്. അസറോ എങ്ങനെ ഉണ്ടായി യാത്ര? കുറച്ചൊന്ന് കറങ്ങി പോരേണ്ടത്. എടി ആ വേൾഡ് മാപ്പ് എടുത്ത് കാണിച്ചു കൊടുത്താ. എന്റെ വരവ് നമ്മള് സ്കെച്ച് ചെയ്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് കാണിച്ചു കൊടുത്താടി. വേൾഡ് മാപ്പ് വാങ്ങിക്കണോ? പിന്നെ മുത്തേ ഫുൾ വെൽ പ്ലാൻഡ് അല്ലേ ഇവിടെ പരിപാടി. വേൾഡ് മാപ്പ് അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. വേൾഡ് മാപ്പ് എന്തിനാ വാങ്ങിയത്? അന്റെ റൂട്ട് കാണിച്ചു കൊടുക്കാൻ കാണികൾക്ക്. മനസ്സിലായി, നീ ഇത്ര ആത്മാർത്ഥത നിറഞ്ഞൊരു സുഹൃത്താണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ കാര്യമാക്കണ ഇതൊക്കെ ഞാൻ ഉണ്ടായിരുന്നത് ഇവിടെ ജോർജിയ ഇവിടെ. ഇവിടുന്ന് ഞാൻ നേരെ കസാക്കിസ്ഥാന് പോയി. ക്യാപ്റ്റൻസിന്റെ മുകളിലൂടെ കസാക്കിസ്ഥാന് പോയി. കസാക്കിസ്ഥാനിൽ ആദ്യം ഇവിടെ ഒരു സിറ്റിയിൽ ഇറങ്ങി, ഷിംക്കത്ത് പറഞ്ഞ സിറ്റിയിൽ. അവിടുന്ന് അൽമാട്ടി പറഞ്ഞ സിറ്റിക്ക് വേറെ ഫ്ലൈറ്റ് എടുത്ത്. അൽമാട്ടിയിൽ നിന്ന് ഞാൻ നേരെ ഡൽഹിക്ക് എടുത്ത്, ഡൽഹിയിൽ നിന്ന് കോഴിക്കോട് കൊടുത്ത്. എത്ര ഫ്ലൈറ്റ് കയറാരോ എത്തി. അൽഹംദുലില്ലാ എത്തി. ആയാ മതിയേരി. അല്ലേ ലാസ്റ്റ് പറഞ്ഞില്ലേ താങ്ക്സ് മുത്തേ താങ്ക്സ്. നീ എന്ത് 29 എടുക്കണീന്? ഞാൻ പറഞ്ഞീനി നോമ്പിനെങ്കിലും ഏതെങ്കിലും ഒരു നോമ്പിനെങ്കിലും ഞാൻ എത്തുന്ന് പറഞ്ഞോട്. ഏത് നോമ്പിനും എത്തുവാൻ പറ്റില്ല. ഫസ്റ്റത്തെ 10 ഞാൻ എന്ത് ചെയ്ത് അവിടെ അറൈവൽസ് ഉണ്ടായോണ്ട് അത് തീർത്തേക്കണ്ട് വരെ എത്തിയപ്പം രണ്ടാമത്തെ 10 ഉണ്ടായപ്പോ യുദ്ധം തുടങ്ങി. അതിനോട് ലോക്കായി. ഇനിയുള്ള ദിവസങ്ങൾ. പക്ഷെ ഈ ഫ്ലൈറ്റ് എനിക്ക് ഇതിന്റെ മുന്നേ എടുക്കേനി. പക്ഷെ ഞാൻ ആ ദുബായിത്തെ ഫ്ലൈറ്റ് ഓപ്പൺ ആവും വിചാരിച്ചു ഇങ്ങനെ ഇരുന്ന്. എന്ത് ഇപ്പത്തെ ടൈം ഓല ടൈമോ? ഇമ്മ വിളിച്ചിട്ടോ സറോ? ഇമ്മ പറഞ്ഞു. ഇമ്മ വിളിച്ചു. ഇപ്പൊ കോൾ ചെയ്തോ? ലാൻഡ് ചെയ്തിട്ട് അപ്പൊ ലിബു പറഞ്ഞ കരുതിയാണ്. അപ്പൊ ഞാൻ ഇമ്മ ഇപ്പളാ വിളിച്ചത്. ആദ്യം പറഞ്ഞ വണ്ടി എടുത്ത് വന്നാൽ മതി. ഉമ്മാനോട് ഞാൻ പിന്നെ പറഞ്ഞു വലിയ യാത്രകൾ ചെയ്യുമ്പോ പെരക്കാരെ സർപ്രൈസ് ചെയ്യുന്നത് നല്ല ബുദ്ധിയല്ല. ശരിയാണ്. അപ്പൊ ഉമ്മാനോട് അസറും ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ ഇമ്മാക്കും എനിക്കും ഇപ്പാക്കും അഞ്ജനും അറിയുള്ളൂ. പിന്നെ ഞാനാണ് അശ്വനോട് പറഞ്ഞത്. അപ്പൊ ഓള് പറഞ്ഞല്ലോ. അപ്പൊ ഓളോട് പറഞ്ഞു. പിന്നെ നമുക്ക് സർപ്രൈസ് ആവശ്യമില്ല, ആകെ പറഞ്ഞത് നന്നായി. പിന്നെ കേപ്പിനോട് ഇന്നലെയും പറഞ്ഞു. സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമിങ്. നശൂബേ
പൂമാലൊക്കെ ഇട്ട് സ്വീകരിച്ച് ഇപ്പോഴാണ് ആലോചിച്ചത് ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ ഇവരെ കിട്ടൂലല്ലോ. ഇനി ചോദിക്കൽ തുടങ്ങും നാളെ മറ്റന്നാളെ അസുറൊക്കെ എന്നാ പോണേ. വെക്കേഷൻ തുടങ്ങിയ ഫുൾ ക്യാമ്പാണ് 15 ദിവസം. എവിടെയാണ് ക്യാമ്പ്? അത് ഇവിടെ തന്നെയാണ്, ഓളെ കോളേജിൽ തന്നെയാണ്. അപ്പോഴൊക്കെ ഞമ്മക്ക് എന്ത് ചെയ്യാ, ഫോണും കൂടി ഇല്ലാത്തൊരു ക്യാമ്പ് ആക്കിക്കോളാം. എന്നാ പിന്നെ തൊയിലുണ്ടാവും. അല്ലടാ പാവാണ്. ഞാൻ ആയിക്കോട്ടെ ഇപ്പൊ തന്നെ ചീഞ്ഞ സ്വഭാവമായി കാട്ടി എന്നൊക്കെ പറഞ്ഞു. അല്ല ഓളിനോട് ഇതൊക്കെ ഇപ്പൊ പറഞ്ഞൊക്കെ പറയുന്നു. ഓളിനോട് ആദ്യം പറഞ്ഞു അതങ്ങനെ തന്നെയല്ലേ. അസുറൊക്കെ വന്നാ തന്നെ ഞാൻ മൈൻഡ് ചെയ്യില്ല. വരുമ്പോ തന്നെ അനക്ക് പക്ഷെ ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നെയാ. അതൊന്നുമില്ല, പെട്ടളിച്ചാലും നേരല്ല. അതൊക്കെ ഞാൻ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എത്തിച്ചേരും. അതൊന്നും പറ്റൂല. ആകെ 3 നോമ്പുള്ളൂ. ഒരു ദിവസം ഞാൻ നോമ്പറക്കാൻ വരണ്ടെന്നൊക്കെ. അതെ, അപ്പൊ നമുക്ക് ചെക്കന്മാരുടെ അടുത്ത് എത്തിയിട്ട് നോക്കാം അസറോ. ഓക്കെ ഗൈസ്, നമ്മളിതാ അസറോ പ്ലാനില് ചെറിയതല്ല വലിയൊരു മാറ്റം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എത്തിയില്ല അല്ലേ. അതായത് ട്രെയിൻ 9:00 പോയി, അനു കയ്യിൽ കയറി പോയി. കാരണം ഓലോടെ നമ്മൾ സർപ്രൈസ് ആണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓൽക്ക് നമ്മൾ വരുന്നതും അറിയില്ല. അങ്ങനെ വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ വെയിറ്റ് ഓൻ ചിലപ്പോ ഒന്നും പോകുന്നില്ല. കാരണം തരോ ഒരു മൂടും ഇല്ലാതെയാണ് പോണത്. അതിനൊരു പിടിച്ച് വരുന്നുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ പോക്കി മനസ്സിലാക്കും. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ നൂലുമ്പോ കളിയാണ്. നമ്മൾ ഇനി എത്ര സ്പീഡിൽ വിട്ടാലും അതെ അതെ ജസ്റ്റ് കണ്ട അപ്പൊ തന്നെ ട്രെയിൻ കയറി പോകാനേക്കാരം. അപ്പൊ നമ്മൾ തന്നെ അത്ര ടാസ്ക് ആക്കിയില്ല. കാരണം അവിടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട്. അപ്പൊ ഇനി നമ്മൾ പ്ലാൻ ആക്കിക്കണം എന്താണ് സറോ? നാളെ ഇരുന്ന് തീരുമാനിക്കാം. നമ്മൾ പ്ലാൻ ആക്കി എന്താ വെച്ചാല് നാളെ രാത്രി ഒരു തിരിച്ചെത്തി കഴിഞ്ഞിട്ട് മറ്റന്നാളൊക്കെ ആയിട്ട് നാളെ രാത്രി തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ അനുസരിച്ച് നമുക്ക് ടൈം തീരുമാനിക്കാം. എന്നിട്ട് നമ്മള് ഒരു ബിഗ് സർപ്രൈസ്. കാരണം എല്ലാവർക്കും ഇങ്ങോട്ട് സർപ്രൈസ് തരലാണ്. അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല, വളരെ ചുരുക്കാണ്. 1-2 വട്ടം നമ്മൾ കൊടുത്തിക്കണേ, അല്ലാതെ പറ്റിയിട്ടില്ല. അപ്പൊ ഇത് അങ്ങനെ ആക്കാനാണ് പ്ലാൻ. കാരണം അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇത് പറയാൻ പൂതി ഉണ്ടായിട്ടും പിടിച്ചു വെച്ചിക്കാണ് മനസ്സിൽ, പറയാതെ പിടിച്ചു വെച്ചാണ്. അപ്പൊ നമ്മള് ദാസറുവിന്റെ റൂമിലെത്തി. ഇവിടെ എന്തൊക്കെ പൊക്കാൻ പറ്റുമെന്നു വെച്ച് കുറെ നേരം നടക്കണം കേട്ടോ. അപ്പൊ എട്ടിന്റെ അടുത്ത് പോണില്ലേ, അയിമങ്ങനെ പിടിച്ച് ചാരി പൊട്ടിത്തിരിഞ്ഞ് ഒന്നുമില്ല. അത് തുറക്കാൻ നമുക്ക് അറിയാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റന്നാളെ കൊണ്ടുവന്നേ സാധനം വരും. അത് അത്രേ ഉള്ളൂ. നാളല്ല മറ്റന്നാളെ. ഞാൻ ഈ പേരിന്ന് പുറത്ത് കിടക്കണില്ല. അപ്പൊ എന്താ സുഹൃത്തുക്കൾ, നമ്മളെന്താ പ്ലാൻ ആക്കിയെന്ന് വെച്ചാല് അനുവൊക്കെ നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്നാളാണ് എത്തുക. അസറിന് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്താ വെച്ചാല് നാളെ ഫുള്ള് വീട്ടിലിരിക്കണം. കാരണം വെച്ചാല് നിലമ്പൂർക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും കാണും, ഓനെ വിവരം അറിയുകയും ചെയ്യും, ഉറപ്പാണ്. ഇല്ലെങ്കിൽ ജിമ്മിനെ അറിയണോലും ഉണ്ടാവും, ജിമ്മിനോട് പറയും, വിളിച്ചു പറയും അസർ വന്നിക്കണ. അപ്പൊ അങ്ങനെയൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് നാളെ ഫുള്ള് വീട്ടില് പുറത്തേക്ക് ഇറങ്ങി. ഇമ്മാക്ക് വൻ സന്തോഷം. ഒരു ദിവസമെങ്കിലും ഇവിടെ ഇരിക്കുമല്ലോ വന്നിട്ട് വിറ്റത്, പിന്നെ അങ്ങോട്ട് കിടക്കണ്ടേ. അപ്പോ അങ്ങനെയാണ് നമ്മളെ പ്ലാന്. അപ്പൊ ഇനി ഏതായാലും ഒരു വരുമ്പോത്തിനില്ല നമ്മളെ പ്ലാനും കാര്യങ്ങളും ഒക്കെ ഇനി നാളെ മുതൽ നമ്മൾ കാണിച്ചു തരാം. നാളത്തെ പ്ലാന് നാളെ പറഞ്ഞുതരാം. പിന്നെ ഒരു വരുന്നൊരു സർപ്രൈസ് കൊടുക്കണം നമ്മൾ കാണിച്ചു തരും. ഓക്കെ.